ഈ വേദിയിൽ വെച്ച് ഇനി ഒരു ആദരവ് അറിയിക്കുകയാണ്. ഒരു ചെറിയ അവാർഡ് പ്രസന്റേഷനിലേക്ക് നമ്മൾ കടക്കുന്നു. അവരുടെ മേഖലയിൽ തിളങ്ങുന്ന വിജയം കൈവരിച്ച വ്യക്തിത്വങ്ങളാണ്. They have all distinguished themselves in their respective fields. The difference between ordinary and extraordinary is that extra step എന്ന് പറയുന്നത് പോലെ അവരവരുടെ മേഖലയിൽ എക്സ്ട്രാ മൈൽ ചെന്നുകൊണ്ട് മികവ് തെളിയിച്ച 2 വ്യക്തികൾക്കുള്ള ആദരമാണ് COA ഈ വേദിയിൽ വെച്ച് നൽകുന്നത്. ആദ്യമായി ക്ഷണിക്കുന്ന വ്യക്തി ഇപ്പോഴത്തെ IT വ്യവസായത്തിൻ്റെ പൂർവ്വരൂപം എന്ന് പറയാവുന്ന കമ്പ്യൂട്ടർ മേഖല ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽ 42 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രൊഫഷണൽ ട്രാക്ക് റെക്കോർഡുണ്ട് അദ്ദേഹത്തിന്. 14 വർഷം ഏഷ്യാനെറ്റിൻ്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 2006 മുതൽ ഈ അടുത്ത് 31 ഓഗസ്റ്റ് 2024 വരെ മനോരമ ടെലിവിഷനിൽ ഡിസ്ട്രിബ്യൂഷൻ ചീഫ് ജനറൽ മാനേജറായി പ്രവർത്തിച്ചു. 31 ഓഗസ്റ്റിനാണ് ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും റിട്ടയർമെന്റ് എടുക്കുന്നത്, വിരമിക്കുന്നത്. ഈ ഫെയർവെൽ ടൈമിലാണ് COA ഈ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കാനായി ആഗ്രഹിക്കുന്നത്. ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു ദി സീസൺഡ് മീഡിയ പ്രൊഫഷണൽ ശ്രീ മനോജ് ചെറിയാൻ ഓൺ സ്റ്റേജ്. And in order to do the honors, I request Shri Praveen Mohan, COA President, and former President Shri Abubakar Siddiq to please step forward. മനോജ് ചെറിയാൻ ഇപ്പോഴത്തെ IT വ്യവസായത്തിന്റെ പൂർവ്വരൂപമായ കമ്പ്യൂട്ടർ ഉൾപ്പെടെ 6 വ്യവസായ മേഖലകളിലായി 42 വർഷക്കാലത്തെ പ്രൊഫഷണൽ കരിയർ അനുഭവ സമ്പത്ത്. 1992 മുതൽ 2006 വരെ 14 വർഷക്കാലം ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു. 2006 മുതൽ 2024 ഓഗസ്റ്റ് 31 വരെ മനോരമ ടെലിവിഷനിൽ ഡിസ്ട്രിബ്യൂഷൻ ചീഫ് ജനറൽ മാനേജറായി പ്രവർത്തിക്കുകയും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഇപ്പോൾ വിരമിക്കുകയും ചെയ്തു. COAയുമായും കേരള വിഷനുമായും എക്കാലത്തെയും മികച്ച പ്രൊഫഷണൽ വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുകയും കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ നമ്മുടെ പ്രസ്ഥാനത്തെ എന്നും മാതൃകാപരമായി വിലയിരുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ശ്രീ മനോജ് ചെറിയാന് അദ്ദേഹത്തിന്റെ യാത്രയപ്പ് വേളയിൽ COAയുടെ സമുന്നതമായ ആദരങ്ങൾ സമർപ്പിക്കുന്നു. A few words from you we'll appreciate, sir. Thank you. I am deeply honored. എനിക്ക് പറയാനുള്ളത്, എനിക്ക് കിട്ടിയ ഈ അംഗീകാരം ഞാൻ നിങ്ങൾക്ക് വേദിയിലിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഞാൻ റീഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു അവാർഡാണ്. കാരണം പലപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ, നിങ്ങളാകട്ടെ, വേദിയിലിരിക്കുന്ന ആൾക്കാരാകട്ടെ, സദസ്സിലിരിക്കുന്ന ആൾക്കാരാകട്ടെ, അവരെ പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ കേബിൾ എന്ന് പറഞ്ഞത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയാണ്. നമ്മളിപ്പോൾ പറയും കേബിൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കേബിൾ വലിച്ചു പോകുന്നു. പക്ഷേ ഞാൻ ഈ 32 കൊല്ലം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയാണ്. കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും ഈ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി സാധാരണ പബ്ലിക് സെക്ടറിലേ ഉണ്ടാവാറുള്ളൂ. ഇതിന് സമാനമായ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഒരു പക്ഷേ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ വീടാന്തരം അല്ലെങ്കിൽ റൂറൽ അർബൻ ഡിവൈഡ് ഇല്ലാതെ ചെയ്യുന്ന 2 സംരംഭങ്ങൾ, ഒന്ന് KSEB, മറ്റ് കേരള വാട്ടർ അതോറിറ്റിയുമാണ്. അല്ലാതെയുള്ളൊരു സർവീസ് ഈ കേബിൾ TV രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത നിങ്ങളാണ്. തീർച്ചയായും ഒരു വലിയ കൈയടി കൊടുക്കണം. ആ ഇൻഫ്രാസ്ട്രക്ചർ വഴി കേബിൾ കൊടുക്കാം, ബ്രോഡ്ബാൻഡ് കൊടുക്കാം, OTT കൊടുക്കാം, അങ്ങനെ എത്ര സർവീസുകൾ കൊടുക്കാം. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഭാവിയിൽ വേറെ എന്തെങ്കിലും ഒരുപക്ഷെ ബാങ്കിങ് ആപ്സ് കൊടുക്കാം. ഇന്നിവിടെ ഒരുപാട് നല്ല സജഷൻസ് ഒക്കെ ഇവിടെ വന്നു. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ അതുണ്ടെങ്കിൽ ഫണ്ടമെൻ്റലായിട്ട് ഒരു നെറ്റ്വർക്ക് എക്സിസ്റ്റ് ചെയ്യണം. കേബിൾ TV അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയിൽ
ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻഡസ്ട്രിയിലുള്ളതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന വീടുകളെയാണ്. സോ ദർ ഇസ് ആൻ അഡ്രസ്, ഒരു മുഖമുണ്ട്, ഒരു ഫാമിലി ഉണ്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർ. അതായത് മൊബൈലിൽ നമ്മുടെ അഡ്രസ്സ് എന്ന് വെച്ചാൽ ഒരു IP അഡ്രസ്സോ അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പർ മാത്രമായിട്ട് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ചുരുങ്ങിപ്പോവും. സോ ഈ ഇൻഡസ്ട്രി കൊടുക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഹൗസ് ടു ഹൗസ്, റൂറൽ അർബൻ ഡിവൈഡ് ഇല്ലാതെ, ഒരു വേർതിരിവുമില്ലാതെ കൊടുക്കുന്ന ഒരു സർവീസാണ്, ഒരു നെറ്റ്വർക്കാണ്. ഭാവിയിൽ വരുന്ന എന്ത് സർവീസും ഈ നെറ്റ്വർക്ക് വഴി ചെയ്യാൻ സാധിക്കും. അതിനെ സസ്റ്റൈനബിളായിട്ട് ബിൽഡ് ചെയ്ത് ഒരു ലോങ് ടേമിലേക്ക് കൊണ്ടുവന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും. ഈ ബാക്കിയുള്ള സർവീസൊക്കെ കിടക്കുന്ന ആക്ച്വലി, അല്ലെങ്കിൽ ബാക്കിയുള്ള ബിസിനസ്സുകളൊക്കെ കിടക്കുന്നത് അവരുടെ ഒരു പ്രോപ്പർട്ടിയിലായിരിക്കും, ഒരു മാനുഫാക്ചറിങ് ആണെങ്കിലോ എന്താണെങ്കിലും. അതേസമയം ഇത് പബ്ലിക് യൂട്ടിലിറ്റി ആയിട്ട് പബ്ലിക് സർവീസ് റോഡിലോ അല്ലെങ്കിൽ റോഡാന്തരം അല്ലെങ്കിൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ കിടക്കുന്ന ഒരു സർവീസാണ്. ഒരു മഴ വന്നാൽ പോകാം, അല്ലെങ്കിൽ ഇടിവെട്ടിയാൽ പോകാം, ഒരു വണ്ടി ഇടിച്ചാൽ പോകാം. ഈ സർവീസിനെ ഒരു തടസ്സവുമില്ലാതെ സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ ഒരു സർവീസ് ഒന്നുമില്ല. ആക്ച്വലി യു നീഡ് അപ്ലോസ്. നിങ്ങളെ തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ച് പറയണം ദാറ്റ് യു ആർ ദ ലാർജസ്റ്റ് സർവീസ് പ്രൊവൈഡർ ഇൻ ദ സ്റ്റേറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം കോവിഡ് മാത്രമല്ല, വെള്ളപ്പൊക്കം വന്നു, പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. പക്ഷേ ഞാൻ അന്ന് മനോരമയിലായിരുന്നു. ഞങ്ങളുടെ ചാനലിൽ നിന്ന് ഒരു സ്ഥലത്തും ഒരു ഇൻട്രപ്ഷൻ ഉണ്ടായില്ല. ആൾക്കാർ ഈ നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിഞ്ഞത് കുറേ ചാനലുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇത് വീടുകളിൽ എത്തിച്ചുകൊണ്ടാണ്. സോ യു ഹാവ് എ റിലവൻസ്. നിങ്ങൾക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു മോഡലുണ്ട്. ബാക്കി ആൾക്കാർ വരും പോവും, കോമ്പറ്റീഷനൊക്കെ പറയും. പക്ഷേ അവർക്ക് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു കണക്റ്റുണ്ട്. ഫിസിക്കൽ കണക്റ്റ് മാത്രമല്ല, കേബിൾ വഴിയോ അല്ലെങ്കിൽ ടെക്നോളജി വഴിയോ മാത്രമുള്ള ഒരു കണക്റ്റ് അല്ല. ദാറ്റ് യു ആർ കണക്റ്റഡ് ഇമോഷണലി ടു യുവർ സ്റ്റേറ്റ്, ടു യുവർ പീപ്പിൾ. അത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വെക്കണം. ആൻഡ് യു ആർ ദ ബെസ്റ്റ് ഗൈസ് ഇൻ ദ സ്റ്റേറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിനെ പറ്റിയോ കാര്യം ഇസാഫിൻ്റെ MD തോമസ് പോൾ ഒരു കാര്യം പറഞ്ഞു. അടുത്ത തലമുറ ഇതിലേക്ക് വരുമോ ഇല്ലോ എന്ന്. ഇഫ് യു ആർ പ്രൗഡ് ഓഫ് വാട്ട് യു ഡു, ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ് എന്ന് നിങ്ങൾക്കും അവർക്കും ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയേണ്ടത് നിങ്ങളൊരു ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ് ആണെന്ന് പറയേണ്ടത്. അല്ല, ഞങ്ങളൊരു കേബിൾ TV ആണെന്നല്ല പറയേണ്ടത്. യു ആർ ബിൽഡ് ആൻഡ് സർവീസ്ഡ് ആൻഡ് ഓപ്പറേറ്റഡ് എ ഇൻഫ്രാസ്ട്രക്ചർ സർവീസ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ തറപ്പിച്ച് ഉറപ്പിക്കുക. ഒരു കോമ്പറ്റീഷനും നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. ആൻഡ് താങ്ക് യു ഫോർ ദിസ് ഓണർ. നിങ്ങളെ ഞാൻ അതുപോലെ ബഹുമാനിക്കും. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു.